നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാഡ്രിഡിൽ ദുരിതം അനുഭവിച്ചവർക്ക് വമ്പൻ സാമ്പത്തിക സഹായം നൽകിയിരിക്കുകയാണ് ലയണൽ മെസ്സി. അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അവിടെ നിന്ന് തന്നെ അത് ഒഫീഷ്യലി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് മാഡ്രിഡിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇസബെൽ ഡിയസ് അയൂസോ പറയുമ്പോഴാണ് ഇത് ഫുട്ബോൾ ലോകം അറിയുന്നത്. അവർ പബ്ലിക്കലി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ കൊപ്പൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. ലയണൽ മെസ്സി 80,000 യൂറോസാണ് സിയറ ഓസ്റ്റേ റീജിയൻ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു വൈൽഡ് ഫയർ അവിടെ പിടിപെടുകയും വലിയ രൂപത്തിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സഹായം എന്ന രൂപത്തിലാണ് മെസ്സി ഈ 80,000 യൂറോസ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള വൈൽഡ് ഫയർ ആയിരുന്നു. കഴിഞ്ഞ റീസെൻറ്റ് വീക്കുകളിൽ സംഭവിച്ചതാണ്. ഇതിപ്പം കൺഫേം ചെയ്തിരിക്കുന്നത്, ഇത്ര വലിയ തുക കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൺഫേം ചെയ്തിരിക്കുന്നത് ഇസബെൽ ഡിയസ് അയൂസോ ആണ്. അവർ പ്രസിഡന്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓഫ് മാഡ്രിഡ്. ഇത് അവരുടെ എക്സ് അക്കൗണ്ടിലൊക്കെ അവർ പങ്കുവെക്കുകയാണ് ചെയ്തത്. അതിലൂടെയാണ് ആളുകൾ ഇത് അറിയുന്നത് എന്ന് മാത്രമല്ല, അവർ അതോടൊപ്പം തന്നെ ലയണൽ മെസ്സിയെ മാഡ്രിഡിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള സ്വീകരണം ഒരുക്കുകയും ചെയ്യും എന്നൊക്കെ അതിലൂടെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അർജന്റീൻ സൂപ്പർ താരത്തിൻ്റെ ഒരു വലിയ രൂപത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ജസ്റ്ററാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ടെറിബിൾ ഫയറാണ് അവിടെ സംഭവിച്ചിരുന്നത്. 10,000 ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ 10,000 ഓഫ് ഹെക്ടേഴ്സ് ഈ തീപിടുത്തത്തിൽ കരിഞ്ഞുണങ്ങുകയും ചെയ്തു. അവിടെ 17 മുനിസിപ്പാലിറ്റികളിൽ മാഡ്രിഡ് ലോൺ 17 മുനിസിപ്പാലിറ്റികളിൽ ഈ ഒരു ഫയർ വലിയ രൂപത്തിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെസ്സിയുടെ വക ഈ ഒരു വൻ തുക അദ്ദേഹം ഡൊണേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.